ഈ എഡിറ്റിംഗ് നമ്മൾ ഇതിലോട്ട് എത്തിപ്പറ്റിയ കാര്യം പറഞ്ഞു. എഡിറ്റിംഗ് ആണ് എൻ്റെ കരിയർ, ഇതിലോട്ടാണ് ഇനി എനിക്ക് പോകേണ്ടത് എന്ന് തോന്നിയ ഏത് മൂമെന്റിലാണ്? ഇതന്നെ ഒരാൾ വിളിച്ചിട്ട് ചാൻസ് തരുന്നില്ല, ആരും അഭിനയിപ്പിക്കണില്ല, കുറേ നടന്നു. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനൊക്കെ ഒരുപാട് കൊണ്ടു നടന്നിട്ടുണ്ട്. ചെറുക്കൻ പഠിത്തത്തിൽ വലിയ ഒന്നും ഉണ്ടാക്കാൻ പോകണില്ല എന്ന് വീട്ടുകാർക്ക് പണ്ട് മനസ്സിലായി. ഏട്ടൻ അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവൻ ആ വഴിക്ക് കൊണ്ടുപോകാം. ഇവനാണെന്നുണ്ടെങ്കിൽ ഈ അഭിനയം സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഈ അച്ഛൻ നമ്മുടെ ഈ എറണാകുളത്തൊക്കെ പണ്ട് ഞാൻ വരുന്നത് കലാഭവനിലാണ്. പണ്ട് വീട്ടുകാരുടെ വിചാരം എന്താ വെച്ചാൽ ഈ കലാഭവനിൽ മിമിക്രി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവൻ സിനിമാ നടനാവും, അങ്ങനൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് വീട്ടുകാർ അങ്ങനെ കുറേ കൊണ്ടു നടന്നു. ഇവിടെ എല്ലാ ആഴ്ചയിലും ഞാൻ ഇവിടെ എറണാകുളം വരുമായിരുന്നു കലാഭവനിൽ വെച്ചാൽ ഒന്നും ആയില്ല. അപ്പം നമ്മൾക്ക് മനസ്സിലാവുമല്ലോ നമ്മളിപ്പോൾ ഇത് പിന്നെ ഒരു പ്രായം എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ജോലിയിലേക്ക് കയറുക എന്നുള്ളതൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഡിറ്ററായി തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു രസം, അതിൻ്റെ ഒരു സുഖം മനസ്സിലായി തുടങ്ങിയത്. ആ പെട്ടെന്ന് തൊട്ട് പിന്നെ അത് പ്രൊഫഷണലാക്കി, പിന്നെ ഇങ്ങനെ ഫ്രീലാൻസ് പരിപാടിയൊക്കെ ആയിട്ട്, പിന്നെ ടീച്ചറായിട്ട് കയറി, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എഡിറ്റർ അല്ല. അത് വേറെ കാര്യം കേട്ടോ. എഡിറ്റർ ഞാനൊരു 3D ആർട്ടിസ്റ്റ്. അങ്ങോട്ട് വരാം അല്ലേ? അപ്പോൾ ഇപ്പോൾ പറയണ്ടല്ലോ, ഞാൻ അതിലോട്ട് വാ.